എല്ലാ വിശ്വാസ മാർഗങ്ങളും എല്ലാ മതങ്ങളും വരാനിരിക്കുന്നത്, തങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് എന്നീ കാര്യങ്ങളിൽ ശ്രദ്ധാലുക്കളാണ്. അത് ഈ ലോകത്തിൽ വെച്ച് മാത്രമല്ല, ഈ ലോകത്തിലെ ജീവിതം അവസാനിച്ചാലും അപ്പുറത്തേക്കും നമുക്കൊരു ജീവിതമുണ്ടെന്നും ആ ജീവിതത്തിൽ നന്മ അനുഭവിക്കാൻ അതുപോലെ തിന്മ അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവരുടെ വിശ്വാസത്തിൻ്റെ സകല പ്രവർത്തനങ്ങളും സകല ജീവിത ചര്യകളും അങ്ങനെയാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ലോകത്തിൽ അങ്ങനെ നോക്കുമ്പോൾ ഇതിൽ യഥാർത്ഥത്തിലുള്ള വിശ്വാസവും യഥാർത്ഥത്തിലുള്ള മതവും എന്താണ്, ഏതാണ്, ഞാൻ ഏതിൽ വിശ്വസിക്കണമെന്ന് ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ നിന്ന് ചിന്തിച്ചാൽ, അത് ഒരാളോട് ചോദിച്ചാൽ അയാൾക്ക് എന്ത് പറയാനുണ്ട്? അയാൾക്ക് മാക്സിമം പറയാനുള്ളത് അയാൾ വിശ്വസിക്കുന്നത് എന്തോ അത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഒരാളോട് ചോദിക്കുക, എന്താണ്, ഞാൻ എങ്ങനെ വിശ്വസിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു നല്ല നിലയിൽ ഈ ലോകത്തിൽ മാത്രമല്ല ഈ ലോകം വിട്ടാലും എനിക്ക് ചെന്നെത്താൻ കഴിയുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മാർഗം ഏതാണ്? അദ്ദേഹത്തിന് പറയാൻ കഴിയുന്നത് അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം അതിൽ നിൽക്കുന്നില്ലെങ്കിൽ തന്നെയും അദ്ദേഹം വിശ്വസിക്കുന്ന ആ മാർഗം പറഞ്ഞു തരും. അതിനപ്പുറത്തേക്കൊന്നും സാധിക്കില്ല. എന്നാൽ എന്താണ് ഞാൻ വിശ്വസിക്കേണ്ടതെന്ന് ഈ ലോകത്തിലേക്ക് നോക്കി കണ്ടുപിടിക്കുക എന്നുള്ളത് എളുപ്പമല്ല. കാരണം ഒന്നോ രണ്ടോ അല്ല, ഒന്നോ രണ്ടോ വിശ്വാസമാർഗമോ മതമോ മതത്തിൻ്റെ ജീവിതമോ അല്ല ഈ ലോകത്തിലുള്ളത്. എണ്ണിയാൽ തീരാത്തത് എന്ന് പറയുന്നത് പോലെ തന്നെയുള്ള വിശ്വാസങ്ങൾ ഈ ലോകത്തിലുണ്ട്. മതങ്ങളുമുണ്ട്. മതങ്ങളിൽ തന്നെ വൈവിധ്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ക്രിസ്തീയ ജീവിതത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവരുടെ പ്രത്യാശയെക്കുറിച്ച് തന്നെ പല അഭിപ്രായമുണ്ട്. ജീവിതത്തെക്കുറിച്ച് തന്നെ പല അഭിപ്രായമുണ്ട്. അവരുടെ ദൈവം ആരെന്ന് ചോദിച്ചാൽ തന്നെ ഒറ്റ അഭിപ്രായത്തിൽ അപൂർവമാണ്. 2 പേരും ഒരേ അഭിപ്രായം ദൈവത്തെക്കുറിച്ച് പറയുക എന്നുള്ളത് അപൂർവമാണ്. ഇപ്പം ഏതിലൊരു നിരപരാധിയായ ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ്റെ ചോദ്യത്തിന് എങ്ങനെ ഉത്തരം പറയും? അവൻ ചോദിക്കുകയാണ്, എനിക്ക് സത്യത്തെ കണ്ടെത്തിയാൽ കൊള്ളാം, സത്യത്തെ കണ്ടെത്തണമെന്നുണ്ട്. ഞാൻ ഈ ലോകത്തിൽ വിശ്വസിക്കുന്നില്ല. ഈ ലോകത്തിലെ ജീവിതം സ്ഥായിയായിട്ട് ഞാൻ കണക്കുകൂട്ടുന്നില്ല. എനിക്കെങ്ങനെ അത് കണ്ടെത്താൻ കഴിയും? എന്ന ചോദ്യത്തിന് എന്ത് മറുപടി പറയാൻ കഴിയും? ഇതുവരെയും കണ്ടതിൽ വെച്ച് നമുക്ക് പറയാൻ കഴിയാവുന്ന ഒന്നേ ഉള്ളൂ. വിശ്വാസത്തിൽ ഒരു മനുഷ്യൻ എത്തിച്ചേർന്നാൽ അവൻ ലക്ഷ്യമാക്കുന്ന പ്രത്യാശ എന്ത് എന്ന് പരിശോധിക്കണം. ഇത് പരിശോധിക്കുമ്പോൾ അത് അവൻ്റെ പ്രാകൃത മനസ്സ്, ലിംഗം, ഉദരം മുഖ്യമായിട്ടും ഉള്ള കാര്യം ഇതാണ്. ഇതിനെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇതിനെ ആധാരമാക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യാശയാണെങ്കിൽ അത് സൂക്ഷിക്കണം. അത് ദൈവികമാകാൻ വഴിയില്ല. അതാണ് ദൈവത്തിൻ്റെ വചനം, സത്യവചനം, വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്നത്. വചനം വിശുദ്ധ ബൈബിൾ പറയുന്നത് പ്രകാരമാണ് അവരുടെ ദൈവം വയറാണ്. വയറിൽ കൂടി, അതായത് ഉദരമാണ് അവരുടെ മോക്ഷത്തിനുള്ള ഒരു മാർഗം. രണ്ടാമത് സ്വേച്ഛാരാധനയാണ്. അവരുടെ പ്രാകൃത മനസ്സിന് എന്താണ് നല്ലതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെയാണ് അവർ ആരാധിക്കുന്നത്. അതാണ് അവരുടെ ദൈവം. താൽക്കാലിക ഭോഗതൃപ്തിയാണ് അവരുടെ മോക്ഷം. ഇത് മൂന്നും സത്യവചനം പ്രഖ്യാപിക്കുന്ന കാര്യമാണ്, സൂക്ഷിക്കേണ്ട കാര്യമായി പറയുന്നത്. ഏത് വിശ്വാസത്തിൽ ചെന്നാലും ഏത് മതമായാലും തിരഞ്ഞെടുക്കുമ്പോൾ മനുഷ്യൻ സൂക്ഷിക്കേണ്ട കാര്യമാണ്. എന്താ നിങ്ങളുടെ പ്രത്യാശ?
നമ്മൾ ഈ വിശ്വാസപ്രകാരം ജീവിച്ച് നമ്മുടെ ജീവിതത്തെ അതിൻ പ്രകാരം ചിട്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രാപിക്കാൻ കഴിയും? അതിന് അവർക്ക് പറയാൻ കഴിവുള്ളത് എന്ത് എന്നുള്ള ചോദ്യത്തിന് ഒന്ന് ഉദരസംബന്ധമായിട്ടുള്ളത്. മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്നും ഭക്ഷണപാനീയങ്ങൾ, അത് ചിലര് ചീങ്കണ്ണിയുടെ മാംസം ആണ് ഒരു 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 കൂട്ടരുടെ സ്വർഗം എന്ന് പറയുന്നത് അതാണ്. മറ്റൊരു കൂട്ടർക്ക് മറ്റു ചില മൃഗങ്ങളുടെ മാംസമാണ്. എന്നും ഇഷ്ടം പോലെ മദ്യവും ഇഷ്ടം പോലെ വീഞ്ഞും, ഇങ്ങനെ ഉദരപൂരണം അല്ലെങ്കിൽ മോക്ഷത്തിനുള്ള മാർഗം ഉദരത്തിൽ കൂടിയാണ് മോക്ഷമാർഗമെന്ന് അവരുടെ ഒരു ഭാഗം. മറ്റൊന്ന്, ഈ ലോകത്തിലെ ജീവിതം അങ്ങോട്ട് കഴിഞ്ഞാൽ ഈ വിശ്വാസപ്രകാരം ജീവിക്കുന്നവർക്ക് അവിടെ സ്ത്രീകളാണ്. അത് ചെറുപ്പം മുതൽ, ചെറിയ പ്രായമുള്ള കുട്ടികൾ മുതൽ തങ്ങൾക്ക് ആവശ്യമുള്ള നിലയിലുള്ള സ്ത്രീകൾ വരെ എത്ര വേണമെങ്കിലും. അപ്പോൾ അവിടെ ആ മോക്ഷമാർഗം എന്ന് പറയുന്നത് ലിംഗത്തെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ലിംഗത്തിൽ കൂടിയുള്ള മോക്ഷമാണ്. മൂന്നാമത്തത്, അവരുടെ ഇഷ്ടമെന്ന് പറയുന്നത് സ്വേച്ഛാരാധന. അവർക്ക് എന്താണോ, അവരുടെ ഹൃദയത്തിന് എന്താണോ താല്പര്യം അതനുസരിച്ചിട്ടുള്ള, അതായത് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ മനുഷ്യൻ ഞെരുങ്ങി ഇടുങ്ങി നിയന്ത്രിതമായിട്ടാണ് ജീവിച്ചത്. നിയന്ത്രണമാണ്. ഇവിടെ തോന്നിയ വഴിക്ക് ജീവിക്കാൻ പറ്റില്ല. ഈ കാണുന്ന മനുഷ്യരുടെ എല്ലാം സ്വഭാവം ഇതൊന്നുമല്ല. ഇവിടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റും നിയമങ്ങളും ഇതിനെ നിയന്ത്രിക്കുന്നവരും ഒക്കെ ഒന്ന് 10 മിനിറ്റ് നേരത്തേക്കൊന്ന് കൈവിടണം. അപ്പോൾ കാണാം ഓരോ സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ. യുദ്ധമൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും അരാജകത്വം വരുമ്പോൾ കൊള്ളയടിക്കുന്നത് കണ്ടിട്ടുണ്ടോ? കാരണം അവരുടെ ഉള്ളിലിരിക്കുന്ന ഇച്ഛയാണ്. അത് പുറത്തിറക്കാത്ത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജയിലിൽ പോവും, തല്ലുകൊള്ളും, സമൂഹത്തിൽ ഒറ്റപ്പെടും. ഇങ്ങനെയുള്ള ഭയമാണ് ഓരോരുത്തരും മര്യാദയ്ക്ക് ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇതൊന്നുമില്ലാത്ത, ഈ കാര്യങ്ങൾ ഒന്നിനും നിബന്ധനയില്ലാതെ അഴിഞ്ഞാടി ജീവിക്കുന്ന ഒരവസ്ഥ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാകും. അതവരുടെ ആഗ്രഹമാണ്. കൊച്ചുകുട്ടികൾ പഠിച്ച് വളർന്നു വരുമ്പോഴത്തേക്കും അവരെ പല കുട്ടികളെയും പരിശോധിക്കുമ്പോൾ അവരുടെ ആഗ്രഹം അവർക്ക് പോലീസുകാരനാവണം. കാരണം പോലീസുകാരനായിക്കഴിഞ്ഞാൽ അവർക്ക് ആ കുട്ടിക്ക് ആരെയും ഭയപ്പെടേണ്ട എന്നുള്ളതാണ് ആ കുട്ടിയുടെ ധാരണ. അവൻ്റെ ഇച്ഛയ്ക്ക്, അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പോകാൻ തടസ്സമായി നിൽക്കുന്നത് എവിടെ ചെന്നാലും പോലീസുകാരൻ അവനവന് പേടിയാണ്. ഇതാണ് അവൻ്റെ ഹൃദയത്തിലിരിക്കുന്നത്. ഇതെല്ലാം വിട്ട് ജീവിക്കുന്ന ഒരു കാലം, ഒരു ജീവിതമുണ്ട് എന്ന് എപ്പോഴും അവൻ ആഗ്രഹിക്കുകയാണ്. ഇതുപോലെ ജീവിക്കുന്ന മനുഷ്യൻ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ ലോകത്തിൽ വെച്ച് തന്നെ ഈ വിശ്വാസത്തിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. മാത്രമല്ല, ഈ വിശ്വാസത്തിൽ ജീവിക്കാൻ സമ്മതിക്കാതെ വണ്ണം സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ച് അന്യമതത്തിൽ ജീവിച്ചാൽ അവര് അഗ്നി നരകത്തിൽ കിടന്ന് വെന്തുരുകുന്നത് നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ കഴിയും. കേൾക്കണം. സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് മദ്യം കുടിക്കാം, ഏറ്റവും രുചികരമായ ഭക്ഷണം, വിശേഷിച്ച് മാംസം കഴിക്കാം, അതുപോലെ തന്നെ ഇഷ്ടമുള്ള സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൽ ഇരിക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഈ വിശ്വാസത്തിൽ എത്തിപ്പെടാത്തവർ തീയിൽ കിടന്ന് ഉരുകുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് രസിക്കുകയും ചെയ്യാം. എന്താ സ്വർഗം! എന്താ സ്വർഗം! അതാണ് അവരുടെ മോക്ഷമാർഗം. ലിംഗം, ഉദരം, പ്രാകൃത മനസ്സ് അല്ലെങ്കിൽ ജഡീകത. ജഡമാണ്
അവരുടെ മോക്ഷമാർഗം. ഇത് കണ്ടുപിടിക്കുന്നവൻ ഒരു ഘട്ടത്തിൽ ജയിച്ചു കഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ ജയിച്ചു കഴിഞ്ഞു. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ക്രിസ്തീയ പ്രത്യാശ അങ്ങനെ പറയുന്നില്ല. ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത് വയറ് ഭോജ്യങ്ങൾക്കും ഭോജ്യം വയറിനും ഉള്ളത്. ദൈവം ഇത് രണ്ടിനെയും നശിപ്പിച്ച് കളയും. ഇവിടെ കിടന്ന് ഭക്ഷണം കഴിച്ച് തിന്ന് മതിച്ച് അതവിടെ ചെല്ലുമ്പം അങ്ങനെയല്ല. ഇത് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വയ്ക്കുക. ജീവനെ നിലനിർത്താൻ കഴിക്കുന്ന ഭക്ഷണം മതി. ഇത് രണ്ടിനെയും ദൈവം നശിപ്പിച്ച് കളയും. ഏതിനെ? ഈ വയറിനെയും ഈ ഭക്ഷണത്തെയും ദൈവം നശിപ്പിച്ച് കളയും. നിങ്ങൾ ചെല്ലാനുള്ള ദേശത്ത് രാജ്യത്ത് ഇങ്ങനെയൊന്നും അല്ല. രണ്ടാമത്തത്, പരീശന്മാർ വന്ന് കർത്താവിനോട് സംശയം ചോദിച്ചു. പഴയ നിയമത്തിൽ ദൈവം കൊടുത്തിട്ടുള്ള ദേവരധർമ്മം എന്ന് പറഞ്ഞ ഒന്നുണ്ട്. അതായത് 4 മക്കളുള്ള ഒരപ്പൻ അവൻ്റെ മൂത്ത മകനെ കല്യാണം കഴിപ്പിച്ചു. മൂത്ത മകൻ മക്കളില്ലാതെ അങ്ങ് മരിച്ചുപോയി. മരിച്ചുപോയി കഴിഞ്ഞാൽ ഈ മൂത്തവൻ്റെ ഭാര്യയെ രണ്ടാമത്തവൻ കല്യാണം കഴിക്കണം. കല്യാണം കഴിച്ചാൽ അവനുണ്ടാകുന്ന കുഞ്ഞിൻ്റെ പേര് അവനുണ്ടാകുന്ന കുഞ്ഞ് ആരുടേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂത്ത മകൻ്റെന്നേ പറയാവൂ. അതാണ് ദേവരധർമ്മം. ഇനി രണ്ടാമത്തവൻ മരിച്ചുപോയി, മക്കളില്ല, മൂന്നാമത്തെ വിവാഹം കഴിച്ചോളണം. ഈ മൂന്നാമത്തെ വിവാഹം കഴിക്കുമ്പോഴും മൂത്തവൻ്റെ പേരായിരിക്കണം, ഈ മൂത്തവൻ്റെ പേരിലായിരിക്കും ഈ കുടുംബം അറിയപ്പെടുന്നത്. ഇത് ഇസ്രായേലിൽ ദേവരധർമ്മം എന്ന് പറയുന്ന ഒരു ചട്ടമാണ്. അപ്പോൾ കർത്താവിൻ്റെ അടുക്കെ യഹൂദന്മാർ എന്ന് ചോദിച്ചു, കർത്താവ് ഒരു സംശയം ചോദിക്കാനുണ്ട്. എന്താ? നമ്മുടെ അടുത്ത ഒരാൾക്ക് 7 ചേട്ടാനിയന്മാരാണ്. മൂത്തവൻ കല്യാണം കഴിച്ചു, മക്കളില്ലാതെ മരിച്ചുപോയി. രണ്ടാമത്തവൻ കല്യാണം കഴിച്ചു, അത് മക്കളില്ലാതെ മരിച്ചു. 7 പേരും കല്യാണം കഴിച്ച് 7 പേരും മക്കളില്ലാതെ മരിച്ചു. അവസാനം ഈ സ്ത്രീയും മരിച്ചു. പുനരുദ്ധാനത്തിൽ ഈ സ്ത്രീ ആരുടെ ഭാര്യയായിരിക്കും? നോക്കണം. മനുഷ്യൻ മുഴുവനും എന്തിന്? ഈ ലോകത്തിൽ ജീവിക്കുന്ന എല്ലാ മനുഷ്യരും ജഡീകരാകുന്നുവെങ്കിൽ അവരുടെ മോക്ഷം എന്ന് പറയുന്നത് ലിംഗത്തിൽ കൂടിയും ഉദരത്തിൽ കൂടിയും പ്രാകൃത മനസ്സിൽ കൂടിയുമാണെന്നുള്ളത് അടിസ്ഥാന പ്രമാണം നമ്മൾ പഠിച്ചോളണം. അവിടെ ചെന്നാൽ എന്ത് കിട്ടും? നല്ല ഭക്ഷണം കിട്ടും. ഇപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ പോലെയൊന്നുമല്ല. യാതൊരു നിയമത്തിന് എതിരുമില്ല. ഇഷ്ടമുള്ള സ്ത്രീകളുമായിട്ട് ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം. അവൻ്റെ ഉള്ളിലിരിക്കുന്നത് മനസ്സിലാക്കണം. അവൻ്റെ മോക്ഷം എന്ന് പറയുന്നത് ലിംഗമാണ്. മറ്റവൻ്റെ മോക്ഷം എന്ന് പറയുന്നത് വയറാ. വേറൊരുത്തൻ പറഞ്ഞ് തങ്ങൾക്ക് ഇഷ്ടമുള്ളവരടുത്ത് നടക്കാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം, ആരും ചോദിക്കാനില്ല. വസ്ത്രം ഉടുക്കുകയോ ഉടുക്കാതിരിക്കുകയോ ഏത് നിലയിൽ വേണമെങ്കിലും ജീവിക്കാം. കാരണം അവൻ്റെ പ്രാകൃത മനസ്സ്, അവൻ്റെ മനസ്സിലെന്തോ നമ്മൾ സാഡിസ്റ്റ് എന്നൊക്കെ പറയും. സാഡിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ വേദന കണ്ട് തങ്ങൾക്ക് സന്തോഷിക്കുന്നവരാണ്. ഇതുപോലെ പ്രാകൃത മനസ്സിന് താല്പര്യമുള്ളതെന്തോ അതനുസരിച്ച് ജീവിക്കുന്നവരുണ്ട്. ഇന്ന് ലോകത്തിൽ ജീവിക്കുന്ന വളരെ ഒരു വിഭാഗത്തിൻ്റെ ചിന്താഗതിയാണത്. അവർക്ക് മോക്ഷമെന്ന് പറഞ്ഞാൽ മോക്ഷം ഒരു നല്ല കാലം ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് നല്ലൊരു ലോകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ ലിംഗം, അവരുടെ വയറ്, അവരുടെ പ്രാകൃത മനസ്സ്, ഇത് 3 വെറുതെ ഇരിക്കില്ല. ഇഷ്ടംപോലെ 24 മണിക്കൂറും ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാ അവർ ചിന്തിക്കുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിരുവെഴുത്തുകളെ അറിയാതെ കൊണ്ടല്ലേ തെറ്റിപ്പോകുന്നത്? നിങ്ങൾ യഹൂദന്മാരല്ലേ?
വിവാഹത്തിന് ഈ ലോകത്തിലെ ജീവിതം വിട്ട് പുനരുത്ഥാന പുത്രൻ എന്നുള്ള പദവി ഈ ശരീരം വിട്ട് പുറത്തു പോകുന്ന ആ മനുഷ്യന്റെ അവസ്ഥ എന്നാന്നറിയാവോ? അവൻ വിവാഹം കഴിക്കില്ല. അവന് സ്ത്രീകളോട് ശയിക്കാനുള്ള കഴിവില്ല. അവന് ദൂതന്മാരെ പോലെയാണ്. അയ്യോ! അപ്പോ ഇവിടത്തെ പോലെ ഇറച്ചിയും മീനും പിന്നെ സ്ത്രീകളുമായിട്ട് ശയിക്കാൻ സാധിക്കില്ല. പിന്നെ സൂത്രവും വളവും തിരിവും ഇങ്ങനൊന്നുമില്ല. അപ്പൊ എന്ത് സ്വർഗ്ഗാ അത്? എന്ത് പ്രത്യാശയാ അത്? സത്യമായത് മറ്റൊന്നാണ്. സത്യമായത് മറ്റൊന്നാണ്. എന്താന്നറിയാമോ? ആ സ്വർഗീയമായിട്ടുള്ള സന്തോഷമെന്ന് പറയുന്നത് ഈ ലോകം സ്ഥാപിക്കുമ്പോൾ തന്നെ കർത്താവ് ഒരുക്കിയിട്ടുള്ളതാ. ഈ ലോകം സ്ഥാപിക്കുമ്പോൾ തന്നെ കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നതാ. അതിന് മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. അവിടെ കള്ളും, അവിടെ അങ്ങനെയുള്ള കാര്യങ്ങള് അതല്ല. അവിടെ വേണ്ടതെല്ലാം ഒരുക്കിയിരിക്കുന്നുണ്ട്. അവിടെയുണ്ട് സ്വർഗ്ഗരാജ്യത്തിൽ പന്തിക്കിരിക്കുന്നവൻ ഭാഗ്യവാൻ. ഞാൻ നിങ്ങളോട് കൂടി വീഞ്ഞു കുടിക്കും. എല്ലാ സന്തോഷവും ഒക്കെ അവിടെ അവിടെ ആത്മീയമായി ആ മണ്ഡലങ്ങളിൽ അങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? മനസ്സ് വേണം. അത് ആസ്വദിക്കാനുള്ള മനസ്സ് വേണം. ആ മനസ്സിനെ സൃഷ്ടിക്കാനാണ് ഇവിടെ ഈ കാലഘട്ടം, വിശ്വാസ കാലഘട്ടം. ശരീരം അങ്ങ് വേർപെട്ടേ. അവിടെ ചെന്നതിന് ശേഷം ഈ കാര്യങ്ങളെല്ലാം, ഈ സന്തോഷമെല്ലാം കൊണ്ടുവരുമ്പോൾ അത് അനുഭവിക്കാൻ മനസ്സ് വേണം. ഒരു മനുഷ്യൻ കോണിക്ക എന്ന് പറയുന്ന ഒരു മെഷീൻ അതായത് ഒരു ഇലക്ട്രോണിക് മെഷീനാ. ഈ ഫോട്ടോ യുടെ സംബന്ധിച്ചുള്ള ഒരു വിഷയമാണ്. ഏതാണ്ട് 85 കോടി രൂപ വിലയുള്ളതാ. ജപ്പാനിൽ നിന്ന് ഓർഡർ ചെയ്ത് അതിൻ്റെ ഉപകരണങ്ങളൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വളരെ ഭയങ്കര. ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 6 മാസം എടുക്കും ഇത് കിട്ടാൻ. ഈ 6 മാസം കഴിഞ്ഞ് ഈ മെഷിനറി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത്രയും പൈസ മുടക്കി മേടിച്ചതാന്ന് പറഞ്ഞാൽ ഈ മുതലാളിക്ക് വല്ലതും അറിയാവോ? അവിടെ നിൽക്കുന്ന സാധാരണ പണിക്കാർക്ക് വല്ലതും അറിയാവോ? ഇല്ല. ഒന്നും അറിയില്ല. അതുകൊണ്ട് കമ്പനിയുടെ നിർദ്ദേശപ്രകാരം ഇവിടുന്ന് 4 പേര് അത്യാവശ്യമായിട്ട് വേഗം ജപ്പാനിലേക്ക് പോയി. അവരെ വിളിച്ച് പോയതാ. അവിടെ ചെന്ന് 3 മാസത്തെ ട്രെയിനിങ്. 3 മാസം ശരിക്ക് രാവും പകലും എന്ന് പറഞ്ഞതുപോലെ പഠനമായിരുന്നു. ഈ 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഈ കാര്യങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു അറിവ് അവർക്ക് കിട്ടി. അത് തിരിച്ചു പോന്നു. അവർ തിരിച്ചു പോന്നു. 6 മാസമായപ്പോഴേക്കും മെഷീനും വന്നു. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക. ആർക്കും ഒന്നും മിണ്ടാനില്ല. കാരണം അതിൻ്റെ കൊണ്ടുവന്ന അതിൻ്റെ പുറമേയുള്ള ആ തടിയുണ്ട്. അത് അവിടത്തേക്കുള്ള ഒരു പൈൻ പോലത്തെ ഒരു തടിയാ. അത് പൊട്ടിക്കാൻ പോലുമുള്ള അറിവ് ഈ ഇരിക്കുന്നവർക്കില്ല. നമ്മൾ ആകുന്ന പോലെ വല്ല ഏതെങ്കിലും പ്ലെയറോ ഏതെങ്കിലും ആയുധം കൊണ്ട് കയറി പൊട്ടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇരിക്കുന്നത് പറഞ്ഞാൽ 1, 2 രൂപയുടെ സാധനമല്ല. അത്ര വില കൂടിയ കാര്യമാണ് അതിനകത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് പൊട്ടിക്കുന്നതിന് പോലും അതിന് ചട്ടങ്ങളുണ്ട്. കാറ്റലോഗുണ്ട്. അതനുസരിച്ച് മാത്രമേ അത് ചെയ്യാവൂ. അവസാനം അത് അഴിച്ച് ഓരോന്നോരോന്നോരോന്ന് മാറ്റി ഈ 4 പേരുടെ നിർദ്ദേശപ്രകാരം അവരുടെ പങ്കാളിത്തത്തിൽ ഇത് മുഴുവൻ അഴിച്ചു മാറ്റി മെഷീൻ പുറത്ത് വെച്ചു, ഫിറ്റ് ചെയ്തു. എല്ലാവരും നോക്കി സ്തംഭിച്ച് നോക്കി നിൽക്കെ ഈ മിഷനറി ഈ 4 പേരും അവർ നിർദ്ദേശിക്കുന്നത് പ്രവർത്തിക്കുന്നവരോട് കൂടിയും ഇതിൽ നിന്ന് ചിത്രങ്ങളും ഇതിൽ നിന്ന് ഇതിൻ്റെ ഉൽപ്പന്നങ്ങൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. എല്ലാവരും അതിശയിച്ച് നിൽക്കുകയാണ്. വിശേഷിച്ച് മുതലാളി സന്തോഷായി. കാരണം അദ്ദേഹം പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു പ്രവർത്തനം ഇതിൽ നിന്നുണ്ടാകും. നമ്മളിപ്പോൾ പറഞ്ഞതെന്തിനാണെന്നറിയോ? മിഷനറി നേരത്തെ ഉള്ളതാ. ഇത് ഉപയോഗിക്കാൻ ആളില്ല. ഉപയോഗിക്കാൻ എന്ത് വേണം? ഉപയോഗിക്കാൻ തക്കവണ്ണം ഒരു മനസ്സുള്ളവർ വേണം. അത് ഉള്ളവർ വേണമെങ്കിൽ എന്ത് വേണം? പഠിക്കണം.
അതിനാ 3 മാസത്തേക്ക് കൊണ്ടുപോയത്. ഇതുപോലെ തന്നെയാണ് ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവം ഒരു വലിയ ഒരു പ്രതിഫലം ഒരുക്കിയിരിക്കുക. ഏതാ? ഒരു പട്ടണം, യെരൂശലേം എന്ന് പറയുന്ന ഒരു സ്വർഗീയ പട്ടണം. അതിലൊരു പർവ്വതം, എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം. അതിൽ ദൈവത്തിന്റെ സിംഹാസനം. ഈ സിംഹാസനത്തിൽ ഇരിക്കുന്ന കർത്താവ്. ഇവിടെ ഇവിടെ കർത്താവ് ക്രമീകരിച്ചിരിക്കുന്ന സന്തോഷത്തിനുള്ള മാർഗങ്ങൾ. എന്നും ഇവിടെ ഉത്സവമാണ്. ഇതിലേക്ക് പങ്കുകൊള്ളുവാൻ, ഇതിൽ ചെന്നു കഴിഞ്ഞാൽ ഈ നന്മ അനുഭവിക്കണമെങ്കിൽ ആദ്യം മനസ്സ് വേണം. മനസ്സില്ലാത്തവന്, ആ മനസ്സ് പ്രാപിക്കാത്തവന് അവിടെ ചെന്നിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അതുകൊണ്ട് ഈ സ്ഥാനം, ഈ അവകാശം പ്രാപിക്കുമ്പോൾ അത് അനുഭവിക്കാൻ തക്ക ഒരു മനസ്സിന് വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലുള്ള ക്രിസ്തീയ ജീവിതം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാവും. ക്രിസ്തുവിന്റെ മനസ്സുള്ളവനെ ഇത് പ്രവർത്തിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ആ ഉപകരണം, ആ മെഷീനറി പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിൻ്റെ പ്രവർത്തനം എങ്ങനെ, എന്ത് എന്ന് അറിയാവുന്ന വ്യക്തികളുണ്ട്. അവർ പഠിപ്പിച്ച പഠനം ഏറ്റുവാങ്ങിയവരുണ്ട് എന്ന് പറയുന്ന പോലെ, ദൈവം ഈ ഒരുക്കിയിട്ടുള്ള ഈ സ്വർഗീയമായിട്ടുള്ള നന്മകൾ മുഴുവനും ഒരാൾ മുഖാന്തരം ഒരുക്കിയിരിക്കുന്നത്. ആരാ? ക്രിസ്തു മുഖാന്തരം. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ക്രിസ്തുവിൽ കൂടിയാണ് ദൈവം ഇത് മുഴുവൻ ഒരുക്കിയിരിക്കുന്നത്. കാരണം ക്രിസ്തുവാണ് പ്രധാന ശില്പി. അപ്പൊ ഇത് ഈ ഒരുക്കിയിരിക്കുന്നതിന്റെ ഒക്കെ സന്തോഷം അറിയാവുന്നത് ക്രിസ്തുവിനാണ്. അപ്പോ ഇത് അനുഭവിക്കണമെങ്കിൽ ഇവന്റെ മനസ്സ് വേണം. ആരുടെ മനസ്സ്? ക്രിസ്തുവിന്റെ മനസ്സ്. ഈ ശില്പിയുടെ മനസ്സ് വേണം. ഈ മിഷനറി പ്രവർത്തിക്കണമെങ്കിൽ 4 പേരെ അങ്ങോട്ട് വിളിച്ചത്, അവർക്ക് എന്താണ് ആ മിഷനറി, അതിൻ്റെ ഉപയോഗം എന്താണ്, പ്രവർത്തനം എങ്ങനെയാണ് മുതലായിട്ടുള്ള വിവരങ്ങൾ അറിയാവുന്ന ചിലരുണ്ടവിടെ. അവരിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ക്രിസ്തുവിൽ വേരൂന്നി. ഒരുവനത്രേ നിങ്ങളുടെ ഗുരു, ക്രിസ്തു തന്നെ. അവനിൽ നിന്ന് വേണം പഠിക്കാൻ. അവന്റെ മനസ്സാണ് നമുക്ക് തന്നിരിക്കുന്നത്. നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാകുന്നു. മാത്രമല്ല, രക്ഷയ്ക്ക് ജ്ഞാനിയായി തീരണം. ഇത് അനുഭവിക്കണമെങ്കിൽ അവൻ ജ്ഞാനിയായി തീരണം. അതിനു വേണ്ടിയിട്ട് ദൈവം തന്നതാണ് തൻ്റെ വചനം. ആദ്യം നമ്മൾ പറഞ്ഞ പോലെ, അകത്ത മനുഷ്യനെ പണിയാനായി തൻ്റെ വചനം, തൻ്റെ ജ്ഞാനം, തൻ്റെ മനസ്സ് എന്നിവ തന്നു. നാം സത്യമായ ആ വചനത്തിലും ജ്ഞാനത്തിലും അടിസ്ഥാനപ്പെട്ട് വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുക. നമുക്കിനി വേറൊന്നും ചിന്തിക്കാനില്ല. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ മുമ്പിൽ ഈ ശരീരം വിട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നാം ചെല്ലുന്നത് ഈ പട്ടണത്തിലേക്കാണ്. ഈ പട്ടണത്തിലേക്ക് നാം കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോൾ കയറേണ്ടത് ഈ പർവ്വതത്തിലേക്കാണ്. ഈ പർവ്വതത്തിൽ നിന്ന് ചെല്ലേണ്ടത് ക്രിസ്തു ഇരിക്കുന്ന സിംഹാസനത്തിലേക്കാണ്. സിംഹാസനത്തിൽ ഇരിക്കുന്ന ക്രിസ്തുവിൻ്റെ അടുക്കിലേക്കാണ്. പാസ്സായവൻ, ട്രെയിനിങ് കഴിഞ്ഞ് ക്രിസ്തുവിൻ്റെ മനസ്സ് കിട്ടിയവൻ, ആദ്യം പറഞ്ഞല്ലോ, ആ മെഷീനറി കൊണ്ടുവന്ന് പൊട്ടിച്ച് അതിനെ കൃത്യമായിട്ട് ഓരോ ഭാഗങ്ങൾ പ്രവർത്തിപ്പിച്ചത് അത്
എല്ലാവരും അതിശയിക്കത്തക്കവണ്ണം അത് പ്രവർത്തിപ്പിക്കുന്നത് പോലെ ഇന്ന് ഈ സത്യം അറിയുന്ന ഒരു വിഭാഗം ക്രിസ്തീയ വിശ്വാസികൾ വേദവചനത്തെ അടിസ്ഥാനപ്പെടുത്തി, സത്യവചനത്തെ, വിശുദ്ധ വേദപുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തി ജീവിക്കുന്ന ജനം രക്ഷയ്ക്ക് ജ്ഞാനിയാക്കിയതിന് ശേഷം ശരീരം വിട്ടങ്ങ് ചെല്ലും. ഗോപുരത്തിൽ കൂടി കടക്കും. ഇതിന് ഗോപുരമുണ്ട്, ഗേറ്റുണ്ട്. ഗേറ്റ് കിടന്നാൽ യെരുശലേം പട്ടണമാണ്. അടുത്ത് കഴിഞ്ഞാൽ പർവ്വതമാണ്. പർവ്വതത്തിലേക്ക് കയറും. അവിടെ ഒരു കൂടാരമുണ്ട്. ആ കൂടാരത്തിലേക്ക് കടക്കും. അവിടെ കർത്താവ് ഇരിക്കുന്ന സിംഹാസനമുണ്ട്. സിംഹാസനത്തിന്റെ അടുക്കിലേക്ക് ചെല്ലും. അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞ പോലെ ഈ ശരീരം വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ഇരിപ്പാൻ എനിക്ക് അതിയായ കാംക്ഷയുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ മനസ്സുള്ളവനാണെങ്കിൽ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പിടിച്ച് അവിടെ കൂടെ ഇരുത്തും, കൂട്ടത്തിലിരുത്തും. അതാ നമ്മുടെ വാഗ്ദാനം. അതാ വചനം പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ ഇരിപ്പാൻ, അവൻ എന്നോടുകൂടി ഇരിപ്പാൻ ഞാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ യേശു ഈ മനസ്സിനെ ഈ ലോകത്തിൽ വെച്ച് പൂർത്തിയാക്കി പ്രാപിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് ചെന്ന് അത് അവകാശമാക്കിയതുപോലെ തന്നെ തൻ്റെ ഭക്തന്മാരും ഇന്നിതാ ആ മനസ്സിൻ്റെ പണിക്കായിട്ട് ഈ ലോകത്തിലായിരിക്കുകയാണ്. ഇന്ന് നാം കാണുന്നത് പ്രത്യാശയല്ല, പിന്നെയോ വിശ്വാസത്താൽ നാം കാണുന്നു. ആ മനസ്സിൻ്റെ വളർച്ചാ പൂർത്തീകരണം കഴിഞ്ഞതിന് ശേഷം നാം ശരീരത്തെ വിട്ട് പട്ടണത്തിലേക്ക് കടന്നു, പർവ്വതത്തിൽ ചെന്നു, കർത്താവിൻ്റെ അടുക്കൽ ചെന്നു, കർത്താവിനോടൊപ്പം ഇരുന്നു. നമ്മുടെ പ്രത്യാശയാണത്. ഉദരത്തിൽ കൂടിയും ലിംഗത്തിൽ കൂടിയും ജഡമനസ്സിൽ കൂടിയും അല്ല നമ്മുടെ മോക്ഷം. അതിനല്ല. പിന്നെയോ വിശ്വാസത്താൽ സത്യത്തിൻ്റെ വചനം കേൾവിയിൽ വിശ്വാസമായി പരിണമിച്ച് ആ വിശ്വാസത്തിന് വേണ്ടി നിലനിന്ന് നാം ആ പ്രത്യാശയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നാം പ്രാപിക്കും. തിരിച്ചറിയുക. ഏത് വിഭാഗത്തിൽ ചെന്നോ, പച്ചക്കറി മാത്രം കഴിക്കുന്നവന് അവൻ്റെ സ്വർഗം പച്ചക്കറി കഴിക്കുന്ന ഭക്ഷണം. അവൻ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു സ്ത്രീ മാത്രമാണ് അവൻ്റെ ഭാര്യയെങ്കിൽ അവൻ്റെ ആഗ്രഹം, അവൻ എഴുതിയുണ്ടാക്കുന്ന സ്വർഗത്തിന് ആ ഒരു സ്ത്രീ മാത്രമാണ് അവൻ്റെ സ്വർഗം. അവൻ്റെ മനസ്സിന് എപ്പോഴും ചതുരംഗം, അങ്ങനെയൊക്കെയുള്ള സ്വർഗങ്ങളുണ്ട്. മനുഷ്യ നിർമ്മിതം. എപ്പോഴും ചതുരംഗം കളിക്കുന്ന ഒരു സ്വർഗമാണ് അവൻ്റെ സ്വർഗം. അത് അവൻ്റെ പ്രാകൃത മനസ്സിലതാ. അങ്ങനെയൊരു പ്രത്യാശയല്ല ക്രിസ്ത്യാനിയുടെ പ്രത്യാശ. അങ്ങനെയൊരു പ്രത്യാശയല്ല വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന പ്രത്യാശ. അത് ലിംഗസംബന്ധമായിട്ടുള്ളതല്ല, ഉദര സംബന്ധമായിട്ടുള്ളതല്ല, പ്രാകൃത മനസ്സിനെ സംബന്ധിച്ചുള്ളതല്ല. പിന്നെയോ സത്യമായതിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജ്ഞാനവും വചനവും, ആ സത്യത്തിൻ്റെ ആത്മാവായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കേൾപ്പിച്ച്, വിശ്വസിപ്പിച്ച്, അനുസരിപ്പിച്ച് ഇന്നും ക്രിസ്തുവിൻ്റെ മനസ്സ് ഉള്ളിൽ വളർച്ച പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ക്രിസ്തുയേശു എന്ന തലയോളം വളരുന്ന ഒരു സമയമുണ്ട്. അന്ന് ക്രിസ്തുവിൻ്റെ മനസ്സ് തന്നെ ദൈവത്തിൻ്റെ ജനവും പ്രാപിച്ച് വളർച്ചാ പൂർത്തീകരണം പ്രാപിക്കുമ്പോൾ ഈ ശരീരത്തിൽ നിന്ന് കർത്താവ് അതങ്ങ് എടുക്കും, എന്നും കർത്താവിനോട് വസിക്കും. ആ പ്രത്യാശ സത്യമാകുന്നു, മാറ്റമില്ലാത്തതാകുന്നു. അത് ഉറച്ചു നിൽപ്പാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.